എങ്ങനെയാ മ്യൂസിക് തന്നെ കരിയറായി ചൂസ് ചെയ്യുവാണോ? ഇപ്പോൾ എൻ്റെ പ്ലാൻ അങ്ങനെ അല്ലായിരുന്നു. ഓക്കെ. പക്ഷേ എനിക്ക് ദൈവം ഈ വഴിയാണ് കാണിച്ചു തന്നത്. സോ ഓ. ഫൈനലി ഇങ്ങോട്ട് മ്യൂസിക്കിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ദൈവം തുറന്നു തന്നു. യെസ്. അപ്പോൾ എന്താണെങ്കിലും ദൈവം തന്ന ഒരു കഴിവ് നമ്മൾ അതെ, അതെ. മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു യെസ്. അതുമല്ല നമുക്ക് തോട്ടുണ്ട് ഇപ്പോൾ. ലൈം ലൈറ്റിൽ ഇപ്പോൾ ഒരുപാട് ഗായകരുള്ളപ്പം ഇത്രയും ഒരു സ്വീകാര്യത ലഭിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് അപ്പോൾ തികച്ചും അതെ, ദൈവാനുഗ്രഹമാണ്. അതെ, അതെ, അതെ. അപ്പോൾ ഉം. അതുകൊണ്ട് തന്നെ അപ്പോൾ എങ്ങനെയാ സെക്കുലർ സോങ്സ്, ഡിവോഷണൽ സോങ്സ് അങ്ങനെ അങ്ങനെ പോവാണോ? അതെയോ ഡിവോഷണൽ മാത്രം പാടുന്നൊരു ഗായികയാവാനാണോ ആഗ്രഹം? ഞാൻ രണ്ടും പാടാറുണ്ട്. ഉം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പാടുന്നത് ക്രിസ്ത്യൻ ഡിവോഷനിലാണ്. യെസ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എനിക്ക് വേറെ എവിടെ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. യെസ്. ഭയങ്കര കംഫർട്ടബിൾ ആണല്ലേ? ഭയങ്കര കംഫർട്ടബിളും ആണ്. എസ്പെഷ്യലി ലൈവ് ഒക്കെ ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടുമ്പോൾ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ്. യെസ്. അപ്പോൾ അതാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ. അപ്പോൾ മരിയ ഇതുവരെ പാടിയിട്ടുള്ളതിൽ ഒരുപാട് റെക്കോർഡിംഗ് സെഷൻസ് ഒക്കെ പോയിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ ഏതെങ്കിലും പാട്ടൊക്കെ പാടുമ്പോൾ ഇങ്ങനെ ഒരു ഈശോയുടെ ഒരു സാന്നിധ്യമോ അല്ലെങ്കിൽ ലൈക്ക് ഒരു നമുക്ക് ചില സമയത്ത് ചില തിരിച്ചറിവുകളൊക്കെ വരുമല്ലോ. ചില പാട്ടുകളൊക്കെ പാടുമ്പോഴേക്കും ഈശോ ഇങ്ങനെ പാടാൻ എനിക്ക് അവസരം നൽകിയല്ലോ, അല്ലെങ്കിൽ ഈശോയുടെ ഒരു വലിയൊരു സ്നേഹമൊക്കെ അനുഭവിച്ചറിഞ്ഞ ഏതെങ്കിലും ഒരു നിമിഷങ്ങളുണ്ടോ? അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആം, ഞാൻ പാടിയപ്പോഴല്ല, ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ഒരു തവണ എന്നെ ഒരു സിംഗർ വിളിച്ചു പറഞ്ഞു. ആ ഒരു സോങ് കേട്ടപ്പോൾ ഹി വാസ് ഗോയിങ് ത്രൂ എ വെരി ടഫ് ടൈം. ഓക്കെ. പക്ഷെ അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു വലിയ ആശ്വാസമായിരുന്നു. നന്നായി പാടി അങ്ങനെയൊക്കെ പറഞ്ഞു ഒരു പാട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് ഞാൻ ഇനീഷ്യലി ഞാൻ പാടി തുടങ്ങുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, എന്തുമാത്രം വലിയ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്നുള്ള ബോധ്യമില്ലാതെയാണ് ഞാൻ പാടി തുടങ്ങിയത്. ഓക്കെ. അത് ഓൺ ദ വേ ഞാനത് തിരിച്ചറിയുകയാണ് ചെയ്തത്. സോ അപ്പം ഇങ്ങനെ ഓരോരുത്തർ ഓരോ എക്സ്പീരിയൻസസ് പറയുമ്പോഴാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റിൻ്റെ ആ ഒരു മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. അതെ, അതെ. ഏതെങ്കിലും ഒരു ഫേവറേറ്റ് സോങ് ഇപ്പോൾ ഒന്ന് പാടാമോ? ഫേവററ്റ് സോങ് ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നിൽ നിന്നും എന്താ പറയുക, കൂടുതലും നല്ലൊരു കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരു പാട്ടാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ യെസ്, യെസ്, യെസ്. എന്ന് പറഞ്ഞ പാട്ട്. അതിന് തമിഴ് വേർഷൻ അതെ, അതിൻ്റെ തമിഴ് വേർഷൻ ഞാനാണ് ആ പാടിയത്. അതും എനിക്ക് ഭയങ്കരമായിട്ടൊരു റീച്ച് കിട്ടിയ ഒരു തന്നിട്ടുണ്ട്. പാട്ടാണ്. ഓക്കെ, ഓക്കെ. അപ്പോൾ യെസ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അത് അറിയാത്ത ആളുകളില്ലല്ലോ ആ അതെ സോങ് അതെ ഒക്കെ. അപ്പൊ നമുക്കത് കേൾക്കാം. അത് കേൾക്കാം. ശരി. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം.